എല്ലാവർക്കും നമസ്കാരം. ഞാൻ വിനീത. വെൽക്കം ബാക്ക് ടു വിനി ഈസി റെസിപ്പി. ഇന്ന് നമ്മളൊരു മസാല ചായ ഉണ്ടാക്കാൻ പോവാണ്. ഇവിടെ നോർത്തിലൊക്കെ നല്ല ഫേമസ് ആണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിലും മഴക്കാലമല്ലേ, അപ്പോൾ മസാല ചായ കുടിക്കാൻ നല്ല രസമായിരിക്കും. പ്രത്യേകിച്ച് ഇഞ്ചി കുറച്ച് മസാലയൊക്കെ ഇട്ടുള്ള ചായ തൊണ്ടയ്ക്കും നല്ലതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ. എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും. അപ്പോൾ നമുക്ക് പോയിട്ട് മസാല ചായ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. മസാല ചായക്ക് വേണ്ടിയിട്ട് 4 ഏലക്കായ കേട്ടോ ഞാൻ എടുത്തേക്കണത്. ഈ 4 ഏലക്കായ എടുക്കാൻ കാരണം വെച്ചാൽ ഏലക്കായുടെ മണം കുറച്ച് മുമ്പിലേക്ക് നിൽക്കണം. അതിന് വേണ്ടിയിട്ട് 4 ഏലക്കായ എടുത്തിട്ട് നമ്മൾ ഇങ്ങനത്തെ അമ്മിയിലോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഇഞ്ചിയൊക്കെ നമ്മൾ ചതയ്ക്കണ ഉരലിലോ ഇട്ടിട്ട് നന്നായിട്ട് ചതയ്ക്കാം. അതിന് ശേഷം ഒരു കഷ്ണം പട്ടയാണ് ഇടുന്നത്. ആ പട്ടയും അതിൻ്റെ കൂടെ തന്നെ നന്നായിട്ട് ചതച്ചെടുക്കുക. നന്നായി ചതച്ചതിന് ശേഷം ഒരു 3 കരയാമ്പൂ എടുത്ത് വെച്ചിട്ടുണ്ട്. ആ കരയാമ്പൂവും നമ്മൾ അതിൻ്റെ കൂടെ തന്നെ ഇട്ടിട്ട് നന്നായിട്ട് പൊടിക്കുക. നല്ല കുത്തി നന്നായിട്ട് അങ്ങോട്ട് പൊടിച്ചോളൂ. അത് കഴിഞ്ഞാൽ ഒരു 4-5 കുരുമുളക് എടുത്ത് വെച്ചിട്ടുണ്ട്. അതും അതിലിട്ട് തന്നെ നന്നായിട്ട് പൊടിക്കുക. അപ്പോൾ നമ്മുടെ ഡ്രൈ ആയിട്ടുള്ള മസാലകളൊക്കെ തയ്യാറാവും. ഇതാ കണ്ടില്ലേ, ഇതേപോലെ നിങ്ങൾ പൊടിച്ച് വെക്കുക. നമ്മുടെ മസാല എല്ലാം തയ്യാറായിട്ടോ. അത് പൊടിച്ച് കഴിഞ്ഞു, പ്ലേറ്റിലേക്ക് മാറ്റി. ഇനി ഒരു ഇഞ്ചി കഷ്ണമാണ് പൊടിക്കാനുള്ളത്. അത് നന്നായി പൊടിച്ചെടുക്കുക, അല്ലെങ്കിൽ ഗ്രേറ്റ് ചെയ്യുക. ഇഞ്ചിയുടെ ടേസ്റ്റ് ശരിക്കും നമുക്ക് ചായയിൽ കിട്ടണം. അതിനായിട്ട് നല്ലോണം ചതച്ചോളൂ. ഇനി ചതച്ച ഇഞ്ചി നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ ഇഞ്ചി ചതച്ചത് നമ്മൾ മാറ്റി വെച്ചു. ഇനി ഈ പാത്രത്തിലേക്ക് നമ്മൾ ഈ കപ്പിൽ ഒരു 1.5 കപ്പ് വെള്ളമാണ് ഒഴിക്കാൻ പോണത്. അപ്പോൾ നമുക്ക് ആദ്യം 1 കപ്പ് അളന്നൊഴിക്കാം. അപ്പോൾ നമ്മൾ 1 കപ്പ് വെള്ളം ഒഴിച്ചു. ഇനി നമുക്ക് ഒരു 1/2 കപ്പും കൂടി വെള്ളം ഒഴിക്കാം കേട്ടോ. ഒരു 1/2 കപ്പും കൂടി വെള്ളം നമുക്ക് ഒഴിക്കാം. അപ്പോൾ 1/2 കപ്പ് വെള്ളം ഒഴിച്ചു. ഇനി നമുക്കിത് തിളപ്പിക്കാൻ വയ്ക്കാം കേട്ടോ. ആദ്യം ചായക്കുള്ള വെള്ളം അടുപ്പത്ത് വെച്ച് ചൂടാവാൻ തുടങ്ങി കേട്ടോ. ഇനി നമുക്ക് അതിലേക്ക് മസാല ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ചതച്ച് വെച്ച് ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇനി ഒന്ന് തിളക്കട്ടെ ഇരുന്നിട്ട്. എന്നിട്ട് നമുക്ക് പാലൊഴിക്കാം. നമുക്ക് പാലൊഴിച്ച് കൊടുക്കാം. വെള്ളം നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് പാലൊഴിച്ച് കൊടുക്കാം. 1 കപ്പ് പാലാണ് ഒഴിക്കുന്നത്. നമ്മൾ വെള്ളം അളന്നെടുത്ത് അതേ കപ്പിൽ തന്നെ 1 കപ്പ് പാല് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ചായയിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാര മധുരം അനുസരിച്ചിട്ട് ഞാനൊരു 3 ചെറിയ സ്പൂണാണ് ഇടുന്നത്. അത് നിങ്ങൾ മധുരം അനുസരിച്ച് ഇടുക. കുറവ് വേണ്ടവർക്ക് കുറവിടാം. അതോ മധുരം വേണ്ട എന്നുള്ളവർക്ക് പഞ്ചസാര ഇടാതെ ഇരിക്കാം. അപ്പോൾ ഞാൻ പഞ്ചസാര ഇട്ട് കൊടുത്തു. ഇനി നന്നായിട്ട് തിളയ്ക്കട്ടെ. എന്നിട്ടൊക്കെ ചായയിൽ ചേർക്കാം. നമ്മുടെ ചായ തിളയ്ക്കാൻ തുടങ്ങി. ഇനി നമുക്ക് വേഗം അതിലേക്ക് ചായയിലിടാം. അപ്പോൾ ചായ ഇടുന്നത് ഒരു 2 ടീസ്പൂണാണ് ഞാൻ ഇടുന്നത്. അത് നിങ്ങളുടെ കടുപ്പം അനുസരിച്ച് ഇടുക. ഞാൻ 2 ടീസ്പൂണ് ചേർക്കണുള്ളൂ. ഇനി നമുക്ക് നല്ലോണം തിളച്ച് കഴിഞ്ഞാൽ ഒന്ന് അടച്ചു വയ്ക്കാം. ഇതെൻ്റെ ഹസ്ബൻഡ് പറഞ്ഞിരുന്ന സൂത്രമാണ്. ചായ തിളച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അടയ്ക്കുക, ഓഫ് ചെയ്യുക സ്റ്റൗവ്. എന്നിട്ട് ഒരു 3 മിനിറ്റിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം കേട്ടോ. 3 മിനിറ്റ് കഴിഞ്ഞു. നമുക്ക് തുറന്ന് നോക്കാം. ഇതാ ചായക്കൊക്കെ നല്ല നിറം വന്നു. ഇനി നമുക്ക് ചായ ആറ്റി അരിച്ച് കപ്പിലാക്കാം. അപ്പം നമ്മുടെ മസാല ചായ തയ്യാറായി. നല്ല എളുപ്പമാണ്, നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ഇത്തരത്തിലൊന്ന് ചായ ഉണ്ടാക്കി നോക്കൂ. പലരും പല രീതിയിലാണ് ഉണ്ടാക്കുക. ഇവിടെ നോർത്തിൽ മസാല ചായ നല്ല ഫേമസ് ആണ് കേട്ടോ. ഇവിടെ തണുപ്പുകാലമായ എല്ലാ വീടുകളിലും ഉണ്ടാക്കുന്നതാണ് മസാല ചായ. ഇപ്പോൾ മഴക്കാലത്ത് നമ്മുടെ നാട്ടിൽ നല്ല സ്വാദായിരിക്കും കുടിക്കാൻ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഒരു പുതിയ ഡിഷായിട്ട് നമുക്ക് അടുത്ത ദിവസം തന്നെ കാണാം. താങ്ക്